Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ഷിഗല്ല ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനവും കൊണ്ട് നിയന്ത്രണ വിധേയമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് പരിധിയിൽ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഷിഗല്ല നിയന്ത്രണ വിധേയമാകുമെന്ന പ്രതീക്ഷയിലാണെന്ന് അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ. വെള്ളിയാഴ്ച രോഗം റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ പ്രദേശത്തെ വീടുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെയും ആശാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ടെന്നും വീടുകളിലെ ശുചിത്വം പരിശോധിക്കുകയും ആവശ്യമായ വീടുകളിൽ ക്ലോറിനേഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പറഞ്ഞു. അമ്പലപ്പാറ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ ചേർന്ന് ആ പ്രദേശത്തെ വീടുകളിൽ കയറിയിട്ട് ബോധവൽക്കരണം നടത്തുകയും അവിടുത്തെ ശുചിത്വം പരിശോധിക്കുകയും ആവശ്യമായ വീടുകളിലൊക്കെ ക്ലോറിനേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ബോധവൽക്കരണ ക്ലാസിനോടൊപ്പം ക്ലോറിനേഷനും RRT വോളണ്ടിയർമാരുടെ യോഗവും ചേർന്നതായും യോഗത്തിന് ശേഷം ഈ ഭാഗത്തെ വാട്ടർ അതോറിറ്റിയുടെയും കുഴൽക്കിണറിൻ്റെയും വെള്ളങ്ങളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനുശേഷം ശനിയാഴ്ച അവിടെ ഗവൺമെൻറ് സ്കൂളിൽ വെച്ചിട്ട്, ഹരിജൻ വെൽഫെയർ സ്കൂളിൽ വെച്ചിട്ട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും അവിടെ ആരോഗ്യവകുപ്പിലെ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ ബോധവൽക്കരണം നടത്തുകയുണ്ടായി. തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ട് 15-ാം വാർഡിലെ മുഴുവൻ വീടുകളിലും ബോധവൽക്കരണം നടത്തുകയും ക്ലോറിനേഷൻ നടത്തി കൊടുക്കുകയും ചെയ്തു. അവിടെ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട്, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഉന്നതാധി കമ്മിറ്റി യോഗം ചേരുകയും RRT യോഗം ചേർന്ന് അവിടെ നടത്തേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വീണ്ടും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ കുഴൽക്കിണറിലെയും അതുപോലെ കുടിവെള്ള പദ്ധതിയിലെയൊക്കെ വെള്ളം പരിശോധന നടത്തുന്നതിന് വേണ്ടി സാമ്പിൾ ശേഖരിച്ച് അത് അയച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത 17-ാം വാർഡിൽ ബോധവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും RRT യോഗം ചേർന്നതിന് ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പിന്നീട് 17-ാം വാർഡിലൊരു ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെയും വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളിലും കയറി ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്ലോറിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ വാർഡിലെ ബോധവൽക്കരണ ക്ലാസ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് RRT യോഗം ചേർന്ന് കൂടുതൽ നടപടികൾ ആലോചിക്കും. 13 മുതൽ 22 വരെയുള്ള വാർഡുകളിൽ ശീതളപാനീയങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ടെന്നും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രോഗം നിയന്ത്രണ വിധേയമാകുമെന്നും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാം പഞ്ചായത്ത് നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 13 മുതൽ 22 വരെയുള്ള വാർഡുകളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തിയതിന് പുറമെ വാഹനത്തിൽ അനൗൺസ്മെൻറ്റ് നടത്തുകയും വിവിധ പ്രദേശങ്ങളിൽ അത് യോഗം ചേരുകയുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല 13 മുതൽ 22 വരെയുള്ള വാർഡുകളിൽ ശീതളപാനീയങ്ങൾ വിൽക്കുന്നത് പഞ്ചായത്ത് നിരോധിച്ചിട്ടുണ്ട്. ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് നിയന്ത്രണ വിധേയമാവും എന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പഞ്ചായത്ത് ശുചിത്വ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ഏറ്റെടുക്കുകയും പഞ്ചായത്ത് തലത്തിൽ പുറമെ എല്ലാ വാർഡിലും ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയും ആശാ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നേരത്തെ അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണം നമ്മൾ യോഗം ചേർന്നിരുന്നു. എന്ന് മാത്രമല്ല, ഏകാരോഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം നടന്നു. എല്ലാ വിഭാഗത്തെയും, അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും കൂടി ചേർന്നുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി